ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ നമ്പർ 3 അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു കോഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിരുന്നു അല്ലേ. ഈ കോസ്റ്റ് എന്ന് പറയാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലേ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ വാല്യുവേഷൻ, ഇക്വിറ്റി വാല്യുവേഷൻ ആണെങ്കിലും ശരി അല്ലേ, ഡെപ്റ്റിൻ്റെ സെക്യൂരിറ്റിയുടെ വാല്യുവേഷൻ ആണ് ശരി, അവിടെ എല്ലാം ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് എങ്ങനെയാണ് സഹായകരമായിട്ട് വരുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എങ്കിലും ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നേരത്തെ ഒരു പക്ഷേ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മീനിങ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അതിൻ്റെ കമ്പ്യൂട്ടേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ അതുകൂടെ നമ്മൾ നോക്കുന്നു. സോ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം is the minimum rate of return expected by its investors അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ്, പ്രൊവൈഡേഴ്സ് ഓഫ് ക്യാപിറ്റൽ അല്ലേ, അത് ഇക്വിറ്റി ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, പ്രിഫറൻസ് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു കമ്പനിക്ക്, ഒരു ബിസിനസ്സിന്, ഒരു എൻറ്റിറ്റിക്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പ്രൊവൈഡേഴ്സ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, അവർ ആ ബിസിനസ്സിൽ നിന്നും, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ നിന്നും എന്താണോ മിനിമമായിട്ട്, ചുരുങ്ങിയതായിട്ട് പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, റിക്വയർഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ആ മിനിമം എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണിനെ നമ്മൾ പറയുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് കേൾക്കുമ്പോൾ നമുക്കൊരു കോസ്റ്റ് പോലെ തോന്നും, പക്ഷെ ഇത് ആക്ച്വലി കോസ്റ്റ് ആണോ? അല്ല. പിന്നെന്താ? ഇറ്റ് ഈസ് ഓൺലി ദ റേറ്റ്, a minimum rate, a minimum expected rate, or an expected minimum rate, okay, that is wanted by, that is required by, that is expected by the providers of capital. Clear? അത് ഇക്വിറ്റി ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ അതിനെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയും. ക്ലിയർ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ആയിട്ട് പറയുമ്പോൾ നമ്മൾ അതിനെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ഡിബഞ്ചർ ഹോൾഡേഴ്സ് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡെപ്റ്റ് നൽകിയിരിക്കുന്ന ആളുകൾ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് പറയുന്നു? അതിനെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത്രയും അതിൻ്റെ വ്യത്യാസമുള്ളൂ. ക്ലിയർ? ദെൻ ഇറ്റ് ഈസ് ദി, ഇനി ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇക്വിറ്റി ഉണ്ടാവാം, പ്രിഫറൻസ് ഷെയർ ഉണ്ടാവാം, ഡിബഞ്ചർ ഉണ്ടാവാം, ടേം ലോൺ ഉണ്ടാവാം, ഇങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ വരിക. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കോസ്റ്റ് നോക്കണ്ടേ? അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഒരു ബിസിനസ്സിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പറയുമ്പോൾ അല്ലേ, അവിടെ ഇക്വിറ്റിയുടെയും പ്രിഫറൻസിൻ്റെയും ഡിബഞ്ചറിൻ്റെയും ഒക്കെ നമ്മൾ എടുക്കേണ്ടത് വരും. ഇതെല്ലാം കൂടെ സംശയം, അങ്ങനെ സമ്മേഷൻ ചെയ്താൽ ശരിയാവോ? ആവില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വെയ്റ്റഡ് ആവറേജ് ആയിട്ട് എടുക്കുന്നതിന്. ക്ലിയർ? അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം? It is the weighted average cost of various sources of finance used by a firm. ഒരു കമ്പനി ഉപയോഗിച്ചിരിക്കുന്ന വേരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ്, ഇക്വിറ്റി, ഡെപ്റ്റ്, പ്രിഫറൻസ്, ഇങ്ങനെയുള്ള വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ കോസ്റ്റുകളുടെ വെയ്റ്റഡ് ആവറേജ് ആണ്. ക്ലിയർ? സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ എ ഫേം is nothing but the weighted average cost of all the sources of capital. Clear? That is employed in the ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടി എംപ്ലോയ് ചെയ്തിരിക്കുന്ന, ലോങ് ടേം ആയിട്ട് എംപ്ലോയ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ സോഴ്സസ്, ഡെപ്റ്റോ, ഇക്വിറ്റിയോ, പ്രിഫറൻസോ, ഇതിൻ്റെ എല്ലാം കൂടെയുള്ള ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ ഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ ക്യാപിറ്റൽ യൂസ്ഡ് by a firm may be in the form of debt, preference, equity, retained earnings, clear, equity shares, ഇങ്ങനെ പലതരത്തിലുള്ള ക്യാപിറ്റലും ഫോം അവർക്കുണ്ടാവും അല്ലേ. സോ ദ കോൺസെപ്റ്റ് ഓഫ് cost of capital is very important in the financial management. Clear? So a decision to invest in a particular project depends upon cost of capital of the firm. Clear? Or the cut-off rate at which is the minimum rate of return expected by the investor. പലപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനൊക്കെ എടുക്കുന്നതിന് വേണ്ടി അല്ലേ,
നമ്മളതിന് തൊട്ട് മുമ്പ് പഠിച്ചില്ല ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൊക്കെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ഒരു പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, അതിൻ്റെ കട്ട് ഓഫ് റേറ്റ്, മിനിമം റേറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടാണോ അല്ലേ പോസിറ്റീവായിട്ട് കിട്ടണ്ടോ നെഗറ്റീവായിട്ട് കിട്ടണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും കമ്പ്യൂട്ടേഷനും എന്താവശ്യമാണ്? ഡിസിഷൻ മേക്കിംഗ് കമ്പ്യൂട്ടേഷൻ അല്ലേ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. So in case of a firm is not able to achieve its cut-off rate or minimum rate of return, the market value of shares it will fall. അല്ലേ, ഒരു കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിക്കുക. ക്ലിയർ? ക്യാപിറ്റൽ കൊടുത്തുള്ള ആളുകൾ ഒരു 10% പ്രതീക്ഷിക്കുന്നു, റിട്ടേൺ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ കമ്പനി ഉണ്ടാക്കുന്നത് 8% റിട്ടേണേ ഉണ്ടാക്കാൻ കമ്പനി കഴിയുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ? ഇൻവെസ്റ്റേഴ്സ് അല്ലേ, നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാർക്ക് 10% പ്രതീക്ഷയുണ്ട്, മിനിമം വേണമെന്നുണ്ട്. പക്ഷേ കമ്പനി 8% ഉണ്ടാക്കുന്ന സമയത്ത് കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യും? അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കുറയും. ക്ലിയർ? സോ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ മേ ഫോൾ. ക്ലിയർ? തിരിച്ചു വന്നാലോ അല്ലേ, ഒരു കമ്പനി ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ 10% പ്രതീക്ഷിക്കുന്നു, പക്ഷെ കമ്പനിക്ക് 14% റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കാൻ കഴിയുന്നു. നോർമലി മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യും? കൂടും, വളരെ കൂടും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ക്ലിയർ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന ഈ കട്ട് ഓഫ് റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കമ്പനി ഉണ്ടാക്കുന്ന ഏർണിങ്സുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫേമിൻ്റെ വാല്യൂ കൂടുകയോ അല്ലെങ്കിൽ ഫേമിൻ്റെ വാല്യൂ കുറയാൻ സാധ്യതയുണ്ടോ, ഷെയർ പ്രൈസസിൻ്റെ പ്രൈസ് കൂടാൻ, മാർക്കറ്റ് പ്രൈസ് കൂടാൻ സാധ്യതയുണ്ടോ, കുറയാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇതിനനുസരിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുക. ക്ലിയർ? സെൻസ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ അല്ലേ, നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വെൽത്ത് മാക്സിമൈസേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് അല്ലേ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് താഴാതിരിക്കുന്ന തരത്തിലെങ്കിലും ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കണം അല്ലേ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ കട്ട് ഓഫ് റേറ്റിനേക്കാളും താഴ്ന്നു പോയി കഴിഞ്ഞാൽ, ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഷെയറിൻ്റെ പ്രൈസ് കുറയാൻ തുടങ്ങും. ക്ലിയർ? അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വി നീഡ് ടു എ കമ്പനി ഈസ് റിക്വയർഡ് ടു ഏൺ ക്ലിയർ എ റേറ്റ് ഓഫ് റിട്ടേൺ which is equal to or above the minimum rate of return or cut off rate, clear, or the cost of capital, so that clear its share price in the market will not fall. Clear? അപ്പോൾ അങ്ങനെ ഷെയറിൻ്റെ വെൽത്ത് കൂടിയില്ലെങ്കിൽ പോലും കുറയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രീതിയിലൊരു മിനിമം റേറ്റെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. ക്ലിയർ? അപ്പോൾ ആ മിനിമം റിക്വയർഡ് റേറ്റാണ് നമ്മളൊരു പല കാര്യങ്ങൾക്കും ഒരു ക്രൈറ്റീരിയ ആയിട്ട് ക്ലിയർ ഒരു യാർഡ് സ്റ്റിക്കായിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷൻ ക്ലിയർ അതിൻ്റെ കോൺസെപ്റ്റ് ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വളരെയധികം ആവശ്യമുള്ളതാണ്. ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്ന മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കുറയാണെന്ന് വിചാരിക്കുക. ക്ലിയർ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് K എന്നാണ്. ക്ലിയർ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞ് വരിക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യും? കൂടി വരും. ക്ലിയർ? സോ വെൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് റെഡ്യൂസിങ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കേട്ടോ, മിനിമം റിക്വയർഡ് റിട്ടേൺ 10% 8% കുറഞ്ഞു എന്ന് വിചാരിക്കുക. മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യും? അതിനനുസരിച്ച് കൂടുകയാണ് ചെയ്യുക. ക്ലിയർ? അത് 7% കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോഴും മാർക്കറ്റ് വാല്യൂ ഫർദർ കൂടും. ക്ലിയർ? കാരണം എന്താ? വാല്യുവേഷൻ ഓഫ് ദ ഫേമും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിൽ ബന്ധമുണ്ട്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഫേമിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം അല്ലേ ഒരു പങ്കുണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റിയുടെ വാല്യൂ നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്ന കാര്യത്തിലും ഫേമിൻ്റെ വാല്യുവേഷൻ്റെ കേസിലും ഒക്കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ നേച്ചർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ റേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. So in order to achieve the objective of wealth maximization, a firm must earn a rate of return more than its cost of capital. For the optimum capital structure, maximize the value of the firm and hence the wealth of its owners and minimizes the firm's cost of capital.
ഒരു ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലൊരു മിക്സൊക്കെ ഉണ്ടാക്കി നമ്മളൊരു ഓപ്റ്റിമം ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്ത് അങ്ങനെ ഒരു ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫേമിൻ്റെ വാല്യൂ വളരെയധികം കൂടുതലായിരിക്കും, ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെയധികം കുറവായിരിക്കും. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുമ്പോഴേ മാത്രമേ ഫേമിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടി വരുന്ന സമയത്ത് ഫേമിൻ്റെ വാല്യൂ കുറയാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക. ക്ലിയർ? അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. പക്ഷേ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? അതുകൊണ്ട് ക്ലിയർ, വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ഫോളോ ചെയ്യുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ വാല്യൂ മാക്സിമൈസേഷന് വേണ്ടി ഒരു ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യണം. ആ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെപ്റ്റ്, ഇക്വിറ്റി, പ്രിഫറൻസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഏത് കോമ്പിനേഷനിലാണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറവായിട്ട് നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ വാല്യൂ ഓഫ് ദ ഫേം കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ അറൈവ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ആവശ്യമാണ്. ക്ലിയർ? സോ ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം or the minimum rate of return or minimum expected rate of return by the investors, clear, has a direct relations with the risk involved in the firm. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് റിസ്ക്കുമായി ബന്ധമുണ്ട്. ക്ലിയർ? ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്തോറും റിസ്ക് എന്തായിരിക്കും? കൂടും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും തോറും റിസ്ക് എന്തായിരിക്കും? കുറയും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ റിസ്ക്കും അതുപോലെ തന്നെ ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? എന്ത് റിസ്ക്കാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെൻ ദ ഫിനാൻഷ്യൽ റിസ്ക് ഈസ് ഇൻക്രീസ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ആൾസോ ഇൻക്രീസ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ റിസ്ക്കും ഇൻക്രീസ് ചെയ്യും. എന്താണ് ഫിനാൻഷ്യൽ റിസ്ക്? നമുക്കറിയാൻ പറ്റും അല്ലേ? എന്തുകൊണ്ടാണ്? ഫിനാൻസിങ്ങിൻ്റെ ഫലമായിട്ട് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി വരുന്ന റിസ്കുകളെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓബ്ലിഗേഷൻ, ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഓബ്ലിഗേഷൻ വരും, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വരും, മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത വരും. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും ഫിനാൻഷ്യൽ റിസ്ക് ആയിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ അത് ഫേമിൻ്റെ റിസ്കിനെ, ഓവറോൾ റിസ്കിനെയും അഫക്റ്റ് ചെയ്യും. So generally, higher the risk involved of the firm, higher will be the cost of capital. ഇതിൻ്റെ റിലേഷൻഷിപ്പ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. വാല്യൂവും കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും തോറും വാല്യൂ എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. ക്ലിയർ? അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും റിസ്ക്കുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുമ്പോൾ അല്ലേ റിസ്ക് എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുമ്പോൾ റിസ്ക് എന്ത് ചെയ്യും? കൂടും. ക്ലിയർ? ഇതാണ് ഇത്. വാല്യൂ ഓഫ് ദ ഫേം നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്ന സമയത്ത് അല്ലേ കുറയുന്ന സമയത്ത് വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യും? കൂടും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുകയാണെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? ഈ രീതിയിൽ ഒരു റിലേഷൻഷിപ്പാണ് ഉള്ളത്. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം മേ ബി ഡിഫൈൻഡ് ആസ് ദി കോസ്റ്റ് ഓഫ് ഒബ്റ്റൈനിങ് ഫണ്ട്. ക്ലിയർ? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഒരു ലേമൻ സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി വരുന്ന ചെലവിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. സോ ദ ആവറേജ് റിട്ടേൺ that the investors of the firm would be expected for supplying funds of the firm, clear, funds to the firm. ഒരു ബിസിനസ്സിലേക്ക് ഫണ്ട് നൽകുന്നതിന് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ ആൾക്കാർ പൈസ കൊടുക്കുമോ? ഇല്ല. അപ്പോൾ എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, എന്തോ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഫേമിന്, ബിസിനസ്സിന് ക്യാപിറ്റൽ കൊടുക്കുന്നത്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്ന മിനിമം റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയാം. ക്ലിയർ? സോ ഇൻ ദ വേർഡ്സ് ഓഫ് ഹണ്ട്, William and Donaldson, cost of capital may be defined as the rate that must be earned on the net proceeds to provide the cost elements of the burden at the time they are due. Clear? Together a definition provided by clear three persons, Hunt, William and Davidson. അതുപോലെ വേറെയും ഒരു definition ഉണ്ട്. Clear? James C. Van Horn, clear, defines cost of capital as it is a cut-off rate for the allocation of capital to investments of projects, clear, and it is a rate of return on projects that will leave unchanged the market price of the stock. Clear? ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ്. വാൻ ഹോൾ എന്ന് പറയുന്നത് ഒരു അതോറിറ്റിയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ക്ലിയർ? അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്നത് എന്താ? ഇറ്റ്സ് എ കട്ട് ഓഫ് റേറ്റ് ഫോർ ദി അലോക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ടു ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ്. അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുകൾക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് നമ്മൾ ഏത് റേറ്റ് ആണോ കട്ട് ഓഫ് റേറ്റ് ആയിട്ട് എടുക്കുന്നത് ആ റേറ്റ്, അതല്ലെങ്കിലോ വേറെ രീതിയിൽ പറഞ്ഞാലോ ഇറ്റ്സ് എ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ എ പ്രോജക്ട്സ് that will leave unchanged the market value of the stock. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ സ്റ്റോക്കിനെ ഇൻക്രീസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അൺചേഞ്ച്ഡ് ആയിട്ട് പിടിച്ചു നിർത്തണമെങ്കിൽ, കുറയാതെ പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു ഫേം എത്ര റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കണോ അതിനെയാണ് എന്ത് പറയുന്നത്?
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് എ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഷുഡ് ബി ഏൺഡ് ബൈ, clear, it is a minimum rate of return earned by a business firm so that at least the market price of the share of the firm will not get fall, clear, will not fall in the market, clear. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഫോളിങ് ടെൻഡൻസി എങ്കിലും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് മിനിമം ആയിട്ട് എന്തോ അല്ലേ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കണം. അതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ കുറയും, ക്ലിയർ, മാർക്കറ്റ് പ്രൈസ് കുറയും, ക്ലിയർ. അപ്പോൾ കൂടുതൽ മാർക്കറ്റ് പ്രൈസ് കൂട്ടിയില്ലെങ്കിൽ പോലും കുറയാതിരിക്കുന്നതിന് വേണ്ടി മിനിമം എന്താണ് നമ്മൾ ഏൺ ചെയ്യേണ്ടത്, അതിനെയാണ് റേറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വാൻ ഹോൺ പറയുന്നത്, ക്ലിയർ. സോളമൻ ഇസ് വേറൊരു പ്രധാനപ്പെട്ട അതോറിറ്റിയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ഏർണിങ്സ് ഓർ ദ കട്ട് ഓഫ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്ലിയർ. അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം, ക്ലിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ, ക്ലിയർ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദി മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് ഏർണിംഗ്, ക്ലിയർ. അല്ലെങ്കിൽ ഇതിന് എന്തുകൂടെ പറയാം? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് റേറ്റ്സ്, ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ പല ആൾക്കാരും പല രീതിയിൽ ഡിഫൈൻ ചെയ്ത് ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഡെഫിനേഷൻ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ കോൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കി വയ്ക്കുക, ക്ലിയർ. അപ്പോൾ ഒരു ഡെഫിനേഷൻ ചോദിക്കുകയാണ്, ഡിഫൈൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു സെൻറ്റൻസ് കൂടെ അതിനെ കുറച്ചുകൂടെ എന്ത് ചെയ്യുക എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. So thus we can say that cost of capital is the minimum rate of return which the firm must earn and is expected to earn on its investment so as to maintain the market value of its shares. ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസിനെ അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു ഫേമിന് എന്ത് റേറ്റ് ഓഫ് റിട്ടേൺ മിനിമമായിട്ട് ഏൺ ചെയ്യണോ അതിനെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. സോ ദ ഡെഫിനേഷൻ ഗിവൺ അബോവ് we can conclude that the basic aspects of cost of capital are: number one, cost of capital is not a cost as such. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തല്ല, ശരിക്കും ഒരു കോസ്റ്റേ അല്ല, ക്ലിയർ. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു കോസ്റ്റാണ്, ചിലവാണ് അല്ലേ. മെഷീനറി വാങ്ങിക്കുന്ന പോലെ ഒരു ചിലവ്, സാലറി കൊടുക്കുന്ന പോലെ ഒരു ചിലവ് അല്ലേ, ലേബറിന് കൊടുക്കുന്ന പോലുള്ള ചിലവ്, മെറ്റീരിയൽ വാങ്ങിക്കാൻ പോലുള്ള ചിലവ്, അങ്ങനെയുള്ളൊരു എക്സ്പെൻഡിച്ചറാണോ? അല്ല. അങ്ങനെ ഒരു കോസ്റ്റ് ആണോ? അല്ല. ലേബർ കോസ്റ്റോ മെറ്റീരിയൽ കോസ്റ്റോ പോലുള്ളൊരു കോസ്റ്റ് അല്ല. പിന്നെന്താണ്? ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അല്ലേ. പ്രൊവൈഡേഴ്സ് ഓഫ് ക്യാപിറ്റൽ, ഷെയർ ഹോൾഡേഴ്സോ ഡിബഞ്ചർ ഹോൾഡേഴ്സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സോ കമ്പനിയിലേക്ക് ഷെയർ ക്യാപിറ്റലോ അല്ലെങ്കിൽ ഡിബഞ്ചറോ ക്യാപിറ്റലോ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം അവർ വേറെ എവിടെയെങ്കിലും നിക്ഷേപിച്ചിരുന്നെങ്കിൽ അവർക്ക് എന്ത് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ അല്ലേ, ആ റേറ്റ് ഓഫ് റിട്ടേൺ വേണ്ടാന്ന് വെച്ചിട്ടാണ് അവർ കമ്പനിയിൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവരെന്ത് പ്രതീക്ഷിക്കുന്നു? വേറെ എവിടെ നിന്നോ കിട്ടുന്നതിനേക്കാളും കൂടുതൽ എന്തോ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലേ, എന്തൊരു പ്രതീക്ഷിക്കും? റേറ്റ് ഓഫ് റിട്ടേൺ. ആ റേറ്റ് ഓഫ് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ഇതിനെന്ത് പറയുന്നു? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് നോട്ട് എ കോസ്റ്റ് ആസ് സച്ച്. ഇതൊരു കോസ്റ്റ് തന്നെ അല്ല. ക്ലിയർ? പിന്നെ എന്താണ്? ഇൻഫാക്ട് ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് റിട്ടേൺ. അതെന്താണത്? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ക്ലിയർ? ഓക്കെ, ഒരു ഫേം ഒരു പ്രോജക്റ്റിൽ നിന്ന് ഏൺ ചെയ്യേണ്ട മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അല്ലാതെ എന്തല്ല ശരിക്കും ഒരു കോസ്റ്റ് അല്ല. സോ ഇറ്റ് ഈസ് എ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ഈ കോസ്റ്റ് എന്താ? ഈ റിട്ടേൺ എന്താ? വെറുതെ റിട്ടേൺ ഉണ്ടാക്കണം അല്ല, ഇറ്റ് ഈസ് ദി മിനിമം. വാട്ട് ഈസ് എ മിനിമം? ഏറ്റവും കുറവ്. ക്ലിയർ? ഏറ്റവും അറ്റ്ലീസ്റ്റ് ദിസ്. ക്ലിയർ? ഒരു ഫേമിന് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വേണം, അതിനേക്കാളും കുറയാൻ പാടില്ല. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഫേമിൻ്റെ ക്യാപിറ്റൽ അല്ലേ, ഷെയർ പ്രൈസസ്, മാർക്കറ്റിലുള്ള ഷെയർ വാല്യൂ ഒക്കെ കുറയും. ഇൻവെസ്റ്റേഴ്സ് അവരുടെ പൈസയൊക്കെ തിരിച്ചെടുത്തു എന്ന് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതിൻ്റെ അർത്ഥം ഫേമിന് എന്ത് ചെയ്യണം? ഇതിനേക്കാളും കൂടുതലൊരു റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ക്ലിയർ? മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം റിട്ടേൺ. ദെൻ ഇറ്റ് കംപ്രൈസസ് ഓഫ് 3 കമ്പോണൻറ്റ്. ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ 3 കമ്പോണൻ്റ് ഉണ്ട്. ക്ലിയർ? എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ കമ്പോണൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ as there is always a same business and financial risk in investing funds in a firm, the capital comprises of 3 components. Clear? Cost of capital 3 components പറയുന്നു. എന്തൊക്കെയാണത്? നമ്പർ 1,
ദി എക്സ്പെക്റ്റഡ് നോർമൽ റേറ്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് സീറോ റിസ്ക് ലെവൽ. ക്ലിയർ? ഇതിന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദ ബാങ്ക്. അല്ലേ? ബാങ്കിൽ നമ്മൾ ഈക്വിറ്റി ഷെയർ വാങ്ങിക്കില്ല, പ്രിഫറൻസ് ഷെയർ വാങ്ങിക്കുന്നില്ല, ഡിബഞ്ചറും വാങ്ങിക്കുന്നില്ല, നമ്മൾ ഇവിടെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ക്ലിയർ? വാട്ട് ആൻ ഇൻവെസ്റ്റർ ക്യാൻ ഡു? He can simply go to a bank and make investment in a bank. Clear? So that he may receive some amount of interest. Clear? So this interest is the risk free rate of return. Clear? അതുപോലെ തന്നെ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ അസ്യൂം ചെയ്യുന്ന റേറ്റിംഗ് അല്ലേ, റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. വിത്തൗട്ട് ടേക്കിംഗ് എനി റിസ്ക് വി ക്യാൻ ഗെറ്റ് സം എമൗണ്ട് ഓഫ് റിസ്ക്, that is return, some amount of return, some rate of return. Clear? So that rate of return, clear, which can be obtained without taking any risk is called as risk free rate of return. Clear? ഇപ്പോൾ ഇവിടെ നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നിന്ന് മാത്രം എടുക്കേണ്ട കാര്യമില്ല, ഇനി അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ക്ലിയർ? ഇപ്പോൾ ഇവിടെ എന്ത് അസ്യൂം ചെയ്യുക? റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ, RF. നമ്മൾ നേരത്തെ നമ്മൾ ടെർമിനോളജി പറയുകയാണെങ്കിൽ ക്ലിയർ, RF. സോ വാട്ട് ഈസ് RF? റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അല്ലേ? അത് റിസ്ക് ഒന്നും ഏറ്റെടുക്കാതെ നമ്മൾ കിട്ടുന്നതാണ്. അല്ലേ? ഇനി നമ്മുടെ ഇൻവെസ്റ്റർ അതാണോ ചെയ്യുന്നത്? അല്ല. പിന്നെ എന്ത് ചെയ്യുന്നു? ഹീസ് മേക്കിംഗ് ഹിസ് മണി, ക്ലിയർ, ആസ് ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ്. ബിസിനസ് എന്ന് പറയുന്നത് എന്താ? റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നതാണ്. ബിസിനസ്സിൽ എന്ത് തരത്തിലുള്ള റിസ്ക് ആണ് വരിക? പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 2 റിസ്ക് ഉണ്ട്. അല്ലേ? അത് നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയും. അല്ലേ? അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് ബിസിനസ്സിലെ മാനേജർക്ക് കൺട്രോൾ ചെയ്യാം, മാനേജ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫേം സ്പെസിഫിക് ആണ്. ഇങ്ങനെ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള റിസ്കുകൾ. ക്ലിയർ? മാർക്കറ്റ് റിസ്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ക്ലിയർ? സിസ്റ്റമാറ്റിക് റിസ്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്ലിയർ? അപ്പം അതുകൊണ്ട് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ അയാൾക്ക് കമ്പനിയിൽ നിക്ഷേപിച്ചില്ലെങ്കിൽ കിട്ടുമായിരുന്നു. ക്ലിയർ? അല്ലേ? പിന്നെയോ ബിസിനസ്സിലാണെങ്കിൽ 2 തരത്തിലുള്ള റിസ്ക്കും വരാം. എന്താണത്? ഒന്ന് ബിസിനസ് റിസ്ക്കും വരാം, വേറൊന്ന് ഫിനാൻഷ്യൽ റിസ്ക്കും വരാം. അല്ലേ? ഈ ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ, ഫേം സ്പെസിഫിക് ആയിട്ടുള്ള റിസ്കിൻ്റെ 2 കമ്പോണൻ്റ് ആണ്. അല്ലേ? ഇതൊക്കെ നമ്മൾ നേരത്തെ ടൈപ്പ് ഓഫ് റിസ്ക് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചതാണ്. ക്ലിയർ? അതുകൊണ്ട് അല്ലേ, നോർമലി ഞാനൊരു ഇൻവെസ്റ്ററാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്ററാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കും? ഒരു കമ്പനി കൊണ്ട് നിക്ഷേപിക്കുന്നതിന് മുമ്പ് അല്ലേ അറ്റ്ലീസ്റ്റ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടണം. പുറമേ ബിസിനസ് റിസ്ക് നമ്മൾ ഏറ്റെടുക്കുകയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീമിയം നമുക്ക് കിട്ടണം. അല്ലേ? അപ്പോൾ ബിസിനസ് റിസ്കിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീമിയം ഫോർ ബിസിനസ് റിസ്ക്. ക്ലിയർ? സോ റിട്ടേൺ, ക്ലിയർ, പ്രീമിയം ഫോർ ബിസിനസ് റിസ്ക് പ്ലസ് പ്രീമിയം ഫോർ ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് ഏറ്റെടുക്കുന്നതിന് ഫലമായിട്ട് വേണ്ട ഒരു എക്സ്ട്രാ എമൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കും. ബിസിനസ് റിസ്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു എക്സ്ട്രാ റേറ്റ് പ്രതീക്ഷിക്കും. ക്ലിയർ? ഇതും അതുപോലെ തന്നെ റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേണും. ക്ലിയർ? ഇതെല്ലാം കൂടെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഒരു കമ്പനിയിൽ കൊണ്ട് ഷെയർ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ കൊണ്ട് പ്രിഫറൻസ് ഷെയർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ഡിബഞ്ചർ വാങ്ങിക്കുന്നത്. അല്ലേ? അല്ലെങ്കിൽ ഇതിനൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ക്ലിയർ? 4%, 5% പലിശ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു ബാങ്കിൽ കൊണ്ട് വായിക്കുന്നത് നമുക്ക് 7%, 8% പലിശ കിട്ടും. അല്ലേ? ദാറ്റ് ഈസ് സഫീഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ അതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദെയർഫോർ എവറി ഇൻവെസ്റ്റർ ഹു ആർ മേക്കിംഗ് their money invested in business will expect a minimum of these 3 things. Clear? എന്തൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്ന 3 കാര്യങ്ങൾ? ഒന്ന് അല്ലേ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ അവർ പ്രതീക്ഷിക്കും. അതുപോലെ തന്നെ പ്രീമിയം ഫോർ ടേക്കിംഗ് ബിസിനസ് റിസ്ക് അവർ പ്രതീക്ഷിക്കും. അതുപോലെ തന്നെ പ്രീമിയം ഫോർ ടേക്കിംഗ് ഫിനാൻഷ്യൽ റിസ്ക്. ക്ലിയർ? സോ സം ടോട്ടൽ ഓഫ് ഓൾ ദീസ് 3 will be called as cost of capital. Clear? അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഇക്വേഷൻ രൂപത്തിൽ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സം ടോട്ടൽ ഓഫ് ഓൾ ദീസ് 3. Clear? What are all these 3? Risk free rate of return, clear, plus premium for business risk plus premium for financial risk. ഇവിടെ നൊട്ടേഷനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ K = ക്ലിയർ RF പ്ലസ് ക്ലിയർ പ്രീമിയം ഫോർ ബിസിനസ് റിസ്ക് പ്ലസ് പ്രീമിയം ഫോർ ഫിനാൻഷ്യൽ റിസ്ക് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കൊടുക്കാം. ക്ലിയർ? എങ്ങനെ കൊടുക്കാം? K = R0 മീൻസ് 0 ലെവലിലുള്ള റിട്ടേൺ പ്ലസ് ബിസിനസ് ക്ലിയർ റിസ്ക് ഏറ്റെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന എക്സ്ട്രാ റിട്ടേൺ പ്ലസ് ഫിനാൻഷ്യൽ റിസ്ക് ഏറ്റെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് വേണ്ട എക്സ്ട്രാ റിട്ടേൺ.
ക്ലിയർ? ഈ പ്രീമിയം എന്ന് പറയുന്നത് എക്സ്ട്രാ റിട്ടേൺ ആണ് കേട്ടോ. എക്സ്ട്രാ അല്ലേ, എക്സ്ട്രാ കളക്ട് ചെയ്യുന്ന എമൗണ്ടിനൊക്കെയാണ് നമ്മൾ പ്രീമിയം വരിക. അതുപോലെ എക്സ്ട്രാ കിട്ടേണ്ട റിട്ടേണിനെയാണ് എന്ത് പറയുന്നത്, പ്രീമിയം എന്ന്. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ നമുക്ക് റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ട് 6% ഉണ്ടെന്ന് വിചാരിക്കുക. 6% വിൽ ബി ഗോട്ട് ഫ്രം ബാങ്ക് ഓർ റിസ്ക് ഫ്രീ എന്ന് വിചാരിക്കുക. ക്ലിയർ? ബിസിനസ് റിസ്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രീമിയം നമുക്ക് 2% വിചാരിക്കുക. ഫിനാൻഷ്യൽ റിസ്ക് ഏറ്റെടുക്കുന്നതുകൊണ്ട് പ്രീമിയം 1% വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? 6 2 8 9% എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും. ക്ലിയർ? ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ. ക്ലിയർ? ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഇത് ഒരു നമ്മളെ കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുകയാണ്. ഇതിൻ്റെ ആക്ച്വൽ കമ്പ്യൂട്ടേഷൻ ഇങ്ങനെയല്ല. ഓരോന്നിനെയും ഓരോ സോഴ്സസിനെയും സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട വരും, വേറെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് നോക്കാം. പക്ഷെങ്കിലും ക്ലിയർ, so conceptually cost of capital comprises of clear the three aspects. Clear? One is normal rate of return, that is return at risk free, zero risk level. Then premium for businesses and premium for financials. Okay, but ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Clear? Say for example every 6% risk free. Clear? Then premium for businesses is 2% and premium for financials is 3%. Then our overall risk will be, overall cost of capital will be 11%. എൻ്റെ അർത്ഥം എന്താ? 11% കമ്പനി മിനിമം ഒരു വർഷം ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അവരുടെ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള റിട്ടേൺ കൊടുത്ത് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസ്, മാർക്കറ്റിലുള്ള ഷെയറിൻ്റെ പ്രൈസ്, മാർക്കറ്റ് പ്രൈസിനെ കുറയാതെ പിടിച്ചു നിർത്താനെങ്കിലും കഴിയുള്ളൂ. ക്ലിയർ? ഇപ്പോൾ 12%, 13%, 14% ഒക്കെ കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നീയും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? 11% കുറഞ്ഞ് 10%, 9%, 8% ഒക്കെ ആയിട്ട് കുറഞ്ഞാൽ എന്ത് ചെയ്യും? മാർക്കറ്റ് പ്രൈസ് കുറയാൻ തുടങ്ങും. കാരണം എന്താ? ഇൻവെസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ കിട്ടില്ല. അപ്പോൾ അവർക്ക് ഇവിടെ നിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവരെന്ത് ചെയ്യും? അവർ ക്യാപിറ്റൽ പിൻവലിച്ച് വേറെ എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ക്യാപിറ്റലൊക്കെ വിഡ്രോ ചെയ്യുമ്പോൾ ഷെയറിൻ്റെ പ്രൈസസ് അല്ലേ, കൂടുതൽ ആൾക്കാരും സെല്ലിംഗ് വരും. സെല്ലിംഗ് പ്രഷർ വരുമ്പോൾ മാർക്കറ്റിൽ ഷെയർ പ്രൈസസ് കുറഞ്ഞു വരും. ക്ലിയർ? ഫോളിംഗ് ട്രെൻഡായിട്ട് മാറും, ബിയറിഷ് ട്രെൻഡായിട്ട് മാറും. ക്ലിയർ? അപ്പോൾ ഒരു ബിയറിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് വരാതിരിക്കണമെങ്കിൽ, ഒരു ഫോളിംഗ് ടെൻഡൻസി ഒഴിവാക്കണമെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ഈ മിനിമം റേറ്റ് ഓഫ് റിട്ടേണെങ്കിലും ഏൺ ചെയ്തിരിക്കണം. ആ മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? So what are the significance of cost of capital? Clear? Cost of capital and significance എന്തൊക്കെയാണ്? So the cost of capital is very important in financial management and it plays crucial role in both capital budgeting as well as decisions related to planning of capital structure. Clear? ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്ന കേസസിലും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു ടൂളാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുമ്പോൾ എന്താ നമുക്കറിയാൻ പറ്റും? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ അല്ലെ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള രീതിയിൽ അതെടുക്കണമെങ്കിൽ പ്രോജക്റ്റുകളെ ക്യാഷ് ഇൻഫ്ലോസിനെ, ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം അല്ലേ. ആ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ആ ഏത് റേറ്റ് വെച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും? ഈ മിനിമം റിക്വയർഡ് റേറ്റ് വെച്ചിട്ടാണ് ഡിസ്കൗണ്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡിസ്കൗണ്ട് റേറ്റ്, കട്ട് ഓഫ് റേറ്റ് എന്നൊക്കെ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഡിസ്കൗണ്ട് എങ്ങനെ നമുക്ക് വേണം. അതുപോലെ IRR മെത്തേഡൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോജക്റ്റിൻ്റെ IRR കണ്ടുപിടിച്ച ശേഷം അതിനെന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ അല്ലേ, IRR കൂടുതലാണെങ്കിൽ മാത്രമേ ആ പ്രോജക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് ഉള്ളത്. അതുകൊണ്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സമയത്ത് നമുക്കിത് ആവശ്യം. അതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലേ, എത്ര ഇക്വിറ്റി വേണം, എത്ര ഡെപ്റ്റ് വേണം, എത്ര പ്രിഫറൻസ് ഷെയർ വേണം, ഇങ്ങനെയൊക്കെ നിശ്ചയിക്കുന്ന കേസസിലും നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇക്വിറ്റിയുടെ കോസ്റ്റ്, ക്ലിയർ, ദെൻ പ്രിഫറൻസിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതിന് ഓരോന്നിനും വേണ്ട മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്താണെന്ന് നോക്കി, ക്ലിയർ, ഏതിലാണ് ഏറ്റവും കുറവ് നോക്കി, ക്ലിയർ, അതിൻ്റെ മിക്സർ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അതിനെ കമ്പോസ് ചെയ്യാൻ നോക്കി ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമ്മൾ അതിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു കോൺസെപ്റ്റാണ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ? ഏതൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ കോമ്പിനേഷനിലാണോ, ഡെപ്റ്റ് ഇക്വിറ്റി മിക്സറിലാണോ അല്ലെങ്കിൽ മിക്സിങ്ങിലാണോ ഫേമിൻ്റെ വാല്യൂ മാക്സിമം ആയിട്ട് വരുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറവായിട്ട് വരുന്നത്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നത്, അതിനെ നമ്മൾ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ തുടർന്നുള്ള ക്ലാസ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. എനിവേ
സോ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ അപ്ലിക്കേഷനായുള്ള 2 ഏരിയയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ can be used on the basis of evaluating performances of the firm, and it helps in the management of മാനേജ്മെൻറ്റിന് അതുപോലെ തന്നെ ഓണേഴ്സിന് ഒക്കെ കമ്പനിയുടെ ബിസിനസ്സിനെ പെർഫോമൻസിനെ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് നമുക്ക് നോക്കിപ്പോവാം. ഹാസ് ആൻ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയൻ ഫോർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അല്ലേ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്, പല ടെക്നിക്സും അല്ലേ, പ്രത്യേകിച്ച് എല്ലാ മോഡേൺ ടെക്നിക്സും. ക്ലിയർ? എന്താ എല്ലാ മോഡേൺ ടെക്നിക്സും? അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ ARR അല്ലേ, അങ്ങനെയുള്ള മെത്തേഡൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയൻ ആയിട്ട് ഉപയോഗിക്കുന്നു. ക്ലിയർ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ബീയിങ് കട്ട് ഓഫ് റേറ്റ്, ഡിസ്കൗണ്ട് റേറ്റ്. ക്ലിയർ? ഇത് ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആയിട്ട്, മിനിമം റേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇതിനെ അനുസരിച്ചിട്ടാണ് ഫേമിൻ്റെ സെലക്ഷൻ വരിക. ക്ലിയർ? ഒരു പ്രോജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യണോ വേണ്ടോ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടോ, ഒരു പ്രോജക്റ്റിനെ റിജക്റ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നിശ്ചയിക്കുന്ന കേസസിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് ഇത് ഉപയോഗിക്കുന്നു. ദെൻ നമ്പർ 2, ആസ് എ ഡിറ്റർമിനൻ്റ് ഓഫ് ക്യാപിറ്റൽ മിക്സ് ഓർ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. അല്ലേ, ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇക്വിറ്റി, പ്രിഫറൻസ്, ഡെപ്റ്റ്, ഡിബഞ്ചർ, ടേം ലോൺ, ഇതിൻ്റെ പ്രപ്പോർഷൻ എങ്ങനെ ആയിരിക്കണം നമ്മൾ നിശ്ചയിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നിൻ്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കി ഏറ്റവും ഓപ്റ്റിമമായിട്ട് ഇതിനെ എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാമെന്ന് നോക്കി ആ രീതിയിലാണ് നമ്മൾ കമ്പൈൻ ചെയ്യുക. ക്ലിയർ? ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് ചിലപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം കൂടില്ല. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആവശ്യമായിട്ട് വരും. ആ കോമ്പിനേഷൻ നമ്മൾ ഉൾപ്പെടുത്തുന്നു. ക്ലിയർ? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, we need to consider the cost of capital implication. Clear? Then as a basis of evaluating the financial performance, financial performance evaluating the cases ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ വിലയിരുത്തുമ്പോൾ ഫിനാൻഷ്യലി സൗണ്ട് ആണോ, അല്ലേ, അതിനാവശ്യമായിട്ടുള്ള ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടോ, ക്ലിയർ, അതിൻ്റെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ കൊടുക്കുന്നതിന് കേപ്പബിൾ ആണോ അത്, അല്ലേ, ക്യാഷ് ഫ്ലോ എബിലിറ്റി ഉണ്ടോ, ക്ലിയർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന കേസിൽ നമുക്ക് എന്താവശ്യമായിട്ട് വരുന്നു, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു യാർഡ്സ്റ്റിക് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നു. ക്ലിയർ? ദെൻ ആസ് എ ബേസിസ് ഓഫ് ടേക്കിംഗ് അതർ ഫിനാൻഷ്യൽ ഡിസിഷൻ, മറ്റുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്ന സമയത്തും ഇത് ഉപയോഗിക്കാം. എന്താണ് മറ്റുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻ? ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലാതെ വരുന്നത്. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ആൾസോ യൂസ്ഡ് ഇൻ മേക്കിംഗ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് സച്ച് ആസ് ഡിവിഡൻഡ് പോളിസി, capitalization of profits. Clear? Then making of the right issue. Clear? Then working capital requirement. Clear? ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്തിനെ കുറിക്കുന്നു? സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷൻ, അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ അപ്ലിക്കേഷൻ വളരെയധികം അല്ലേ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ക്ലിയർ? ഇപ്പോൾ സിഗ്നിഫിക്കൻസോ ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. ക്ലിയർ? സോ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലേ, അതിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോസ്റ്റിനെ സംബന്ധിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോസ്റ്റുകളെ പലപ്പോഴും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ക്ലിയർ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റും ഫ്യൂച്ചർ കോസ്റ്റും ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. സോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആർ ബുക്ക് കോസ്റ്റ് which are related to the past. Clear? And future costs are estimated cost for the future. Clear? എൻ്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന് നമ്മൾ പാസ്റ്റ് കോസ്റ്റെന്നോ സങ്ക് കോസ്റ്റ് എന്നൊക്കെ പറയും. ക്ലിയർ? സോ ഇറ്റ് ഇസ് otherwise called as past cost. Clear? Already happened. Clear? Or sunk, already invested. Clear? അപ്പോൾ ആ രീതിയിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉള്ള കോസ്റ്റാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സ്പെൻഡ് ചെയ്ത് അല്ലേ, നമ്മൾ ജേർണൽ എൻട്രീസ് ഒക്കെ എഴുതി ട്രാൻസാക്ഷൻ ഒക്കെ നടന്ന ബുക്കിലൊക്കെ എൻട്രി വന്നിട്ടുള്ള പാസ്റ്റ് കോസ്റ്റുകളെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കോസ്റ്റ് എന്താ?
ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കോസ്റ്റുകൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, ആ സമയത്ത് പറയുന്നതാണെന്ത് ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയും. ക്ലിയർ? അപ്പം അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ദ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഫ്യൂച്ചർ കോസ്റ്റ് ആർ മോർ റിലവൻറ്റ് ദാൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ക്ലിയർ? അപ്പോൾ കുറേ ആൾക്കാർ ഒപ്പീനിയൻ ചെയ്യുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ അവിടെ പാസ്റ്റ് കോസ്റ്റിനേക്കാളും ഫ്യൂച്ചർ കോസ്റ്റിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ക്ലിയർ? കഴിഞ്ഞ കുറേ കാലങ്ങളിൽ എന്ത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വന്നു, എന്ത് ഫിനാൻസ് കോസ്റ്റ് വന്നു, ക്ലിയർ, എത്രമാത്രം നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ, നമ്മൾ പ്രോഫിറ്റിൻ്റെ എത്ര പോർഷൻ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിനേക്കാളും ഫ്യൂച്ചറിൽ ഇനി വരുന്ന പീരീഡുകളിൽ നമുക്ക് എത്രയായിരിക്കും ഇൻട്രസ്റ്റ് വരിക, എത്രയാണ് നമ്മുടെ ഫിനാൻസ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എന്താണ് അല്ലേ, എത്ര ശതമാനം ഡിവിഡൻഡ് വരും, അല്ലെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ ഏർണിംഗ്, ഇങ്ങനെയൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് ആവശ്യം എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? However, historical cost act as a guide for the estimation of future cost. പക്ഷേ ഫ്യൂച്ചർ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വേണം അല്ലേ. കഴിഞ്ഞ കുറേ പാസ്റ്റ് ഡാറ്റ നോക്കിയാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റൂ. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫ്യൂച്ചർ കോസ്റ്റിൻ്റെ എസ്റ്റിമേഷൻ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫ്യൂച്ചർ. സോ നെക്സ്റ്റ് വൺ ഈസ് സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. സ്പെസിഫിക് കോസ്റ്റും കോമ്പോസിറ്റ് കോസ്റ്റും. എന്താ ഈ സ്പെസിഫിക് കോസ്റ്റ് എന്നാണ് കോമ്പോസിറ്റ് കോസ്റ്റ്? നമുക്കറിയാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞപ്പോൾ അല്ലേ, ഓരോരോ സോഴ്സസ് ഓഫ് ക്യാപിറ്റലിനും ഓരോരോരോ കോസ്റ്റ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഓരോ സോഴ്സസിനും ഓരോ കോസ്റ്റ് വരുമ്പോൾ ഇക്വിറ്റിയാണ് ഒരു സോഴ്സെങ്കിൽ ഇക്വിറ്റിയുടെ കോസ്റ്റ് ആയിട്ട് പറയും, പ്രിഫറൻസ് ആണ് ഒരു സോഴ്സെങ്കിൽ പ്രിഫറൻസിൻ്റെ കോസ്റ്റ് ആയിട്ട് പറയും, ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് ആയിട്ട് പറയും, ടേം ലോൺ ആണെങ്കിൽ ലോണിൻ്റെ കോസ്റ്റ് ആയിട്ട് പറയും. ഇപ്പം ഇങ്ങനെ ഓരോ സോഴ്സസിനും അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് പറയാം. ഇങ്ങനെ ഓരോന്ന് നമ്മൾ എടുക്കുമ്പോൾ അതിനെ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് പറയുക. ക്ലിയർ? പക്ഷേ ഒരു ബിസിനസ്സിൽ, ഒരു ഫേമിൽ, ഒരു കമ്പനിയിൽ ഇക്വിറ്റി ഉണ്ടാവും, പ്രിഫറൻസ് ഉണ്ടാവും, ഡിബഞ്ചർ ഉണ്ടാവും, ലോണും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു ബിസിനസ്സിന് വരിക അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് ആ ഓവറോളായിട്ട് ക്ലിയർ, ഇതിൻ്റെ എല്ലാം അഗ്രിഗേറ്റ് ആയിട്ട് വരുന്ന, ക്ലിയർ, ഇതിൻ്റെ എല്ലാം ക്ലിയർ സമ്മിശ്ര ഫലമായിട്ട് വരുന്ന, ഫേമിന് വരുന്ന, കമ്പനിക്ക് വരാവുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ക്ലിയർ? അല്ലെങ്കിൽ അതിന് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ഓവറോൾ, ക്ലിയർ, കോമ്പോസിറ്റ്, കമ്പൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? KO എന്നാണ് ഇതിനെ സാധാരണ പറയാം. ക്ലിയർ? K സ്റ്റാൻഡ്സ് ഫോർ കോസ്റ്റ്. ക്ലിയർ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് സാധാരണ നമ്മൾ എടുക്കുന്ന സിമ്പിളാണ് K. ക്ലിയർ? അത് ഓവറോൾ ആണെന്ന് അറിയാൻ വേണ്ടി O ചേർക്കുന്നു, KO. സോ KO സ്റ്റാൻഡ്സ് ഫോർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ക്ലിയർ, സമ്മേഷൻ ഓഫ്, ക്ലിയർ, എന്തിൻ്റെയൊക്കെയാണ് വരിക, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ടെങ്കിൽ ഇക്വിറ്റിയുടെ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ പ്രിഫറൻസിൻ്റെ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഡെപ്റ്റിൻ്റെ കോസ്റ്റ്. ക്ലിയർ? ഇനി റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടെങ്കിൽ, ക്ലിയർ, റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ എന്തായിട്ട് പറയാറുണ്ട്, കോസ്റ്റ് ആയിട്ട് എടുക്കാറുണ്ട്. ക്ലിയർ? സോ കോസ്റ്റ് ഓഫ് R, ക്ലിയർ, ദാറ്റ് ഈസ് റീറ്റെയിൻഡ് ഏർണിംഗ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന സമയത്താണ് എന്ത് പറയാം, നമുക്ക് കോമ്പോസിറ്റ് ആയിട്ട് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇത് സമ്മേഷൻ മാത്രമാണോ? നോ, നെവർ. ക്ലിയർ? കോമ്പോസിറ്റ് ക്യാപിറ്റൽ ഒരിക്കലും ഇതിൻ്റെ സമ്മേഷനായിട്ട് പ്ലസ് ആയിട്ട് വരില്ല. പിന്നെ എന്താ വരിക? ഇറ്റ് ഈസ് നോട്ട് എ സമ്മേഷൻ ബട്ട് ഇറ്റ് ഈസ് ഈ വെയ്റ്റഡ് ആവറേജ്. ക്ലിയർ? അപ്പോൾ ഈ സമ്മേഷൻ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനെയും അതിൻ്റെ വെയിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, ക്ലിയർ, എടുക്കണം. അപ്പോൾ KE ഇൻറ്റു വെയിറ്റ്, അതുപോലെ തന്നെ KP ഇൻറ്റു വെയിറ്റ്, ഇങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്യുന്നു, വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ വെയ്റ്റഡ് ആവറേജിലേക്ക് മാറ്റും. ക്ലിയർ? ആ വെയ്റ്റഡ് ആവറേജ് ക്യാപിറ്റലിൻ്റെ സമ്മേഷനെയാണെന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ പിന്നീട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, ക്ലിയർ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇതൊക്കെ സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയും. ക്ലിയർ? അതുപോലെ തന്നെ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഫേമിൻ്റെ കോസ്റ്റ് പറയുമ്പോൾ അതിനെ കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇതാണ്, ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ദെൻ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പോൾ വേറൊരു കോസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എന്താ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് എന്ന് പറയും അല്ലേ. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത, ഇംപ്ലിസിറ്റ്, ഇംപ്ലൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
ക്ലിയർ? അപ്പോൾ എക്സ്പ്രസ്ഡും ഇംപ്ലൈഡും അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും. എന്താ എക്സ്പ്ലിസിറ്റിൻ്റെ പ്രത്യേകത? ദ കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേം, അല്ലേ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കോസ്റ്റുകളെ എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയാം. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ എന്ത് ചെയ്യും നമ്മൾ? സോ ആൻ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഇസ് ദ ഡിസ്കൗണ്ട് റേറ്റ്, ക്ലിയർ, അറ്റ് വിച്ച് the present values of cash inflows and present values of cash outflows are equal. Clear? Present values of cash inflows present values of cash outflows clear ഈക്വൽ ആയിട്ട് വരുന്നത് ഏത് റേറ്റിലാണോ ആ റേറ്റ് ഓഫ് ഡിസ്കൗണ്ടിനെയാണ് ക്ലിയർ നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ക്ലിയർ? അല്ലെങ്കിൽ നമ്മൾ ഇതിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊക്കെ പറയാം, അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എടുക്കണം. ഒരു കമ്പനിക്ക് ഇവിടെ ക്യാഷ് ഇൻഫ്ലോ എന്താ? കിട്ടിയിരിക്കുന്ന സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ ഈക്വിറ്റി ക്യാപിറ്റലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഈക്വിറ്റി ക്യാപിറ്റലിൻ്റെ അല്ലേ ഈക്വിറ്റി, ക്ലിയർ, അതിൻ്റെ ടോട്ടൽ എമൗണ്ട്. ക്ലിയർ? പിന്നീട് നമ്മൾ പേയ്മെൻറ്റ് വേണ്ടി വരുന്ന എന്താ? അതിന് വേണ്ടി വരുന്ന എല്ലാ ഔട്ട്ഫ്ലോസും. ക്ലിയർ? ഇപ്പം ഡെപ്റ്റാന്ന് വിചാരിക്കുക, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെപ്റ്റാണ് ആകെയുള്ള എമൗണ്ട്, നമ്മുടെ ഇൻഫ്ലോ. ക്ലിയർ? നമ്മൾ കൊടുക്കേണ്ട എന്താ? അല്ലേ? ഓരോ വർഷം നമ്മൾ ഔട്ട്ഫ്ലോ കൊടുക്കണം. എന്താ ഔട്ട്ഫ്ലോ? ഓ സ്റ്റാൻഡ്സ് ഫോർ ഔട്ട്ഫ്ലോ കേട്ടോ. ഔട്ട്ഫ്ലോ. ഇനി എന്തൊക്കെയാണ് ഔട്ട്ഫ്ലോ വരിക? ഇൻട്രസ്റ്റും കൊടുക്കണം, പ്രിൻസിപ്പളും കൊടുക്കണം. ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഔട്ട്ഫ്ലോ. ക്ലിയർ? അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ ഡിസ്കൗണ്ട് ചെയ്തു ഒരു റേറ്റ് വെച്ചിട്ട്. ക്ലിയർ? അതുപോലെ രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, ഇങ്ങനെ ഓരോ വർഷവും കൊടുക്കേണ്ട ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്ത് ക്ലിയർ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് നമ്മൾ മാറ്റുന്നതിന് വേണ്ടി ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അല്ലേ ഏത് റേറ്റ് വെച്ച് ഡിസ്കൗണ്ട് ചെയ്താലാണോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസിന് തുല്യമായിട്ട് വരുന്നത് ആ റേറ്റിന് നമ്മൾ എന്ത് പറയും? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ? ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. അതിൻ്റെ അല്ലേ ഇതാണ് അതിൻ്റെ ഫോമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഷോർട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ സമ്മേഷൻ ഓഫ് ക്ലിയർ O T divided by 1 plus K raised to T. Clear? So K is the discount rate, clear, and O is the cash outflow. I equal to inflow. Clear? Inflow 0 period ആണ്, അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ ആയതുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ ആയതുകൊണ്ടാണ് I. ക്ലിയർ? ബിഗിനിങ് എന്ന് കാണിക്കാൻ വേണ്ടി 0 കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എക്സ്പ്ലിസിറ്റ്. ഇംപ്ലിസിറ്റ് എന്താണ്? സോ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആർ ആൾസോ നോൺ ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് നമ്മൾ എന്തുകൂടെ പറയുന്നു? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുകൂടെ പറയുന്നു. ക്ലിയർ? എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ പ്രത്യേകത? ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നല്ല, പിന്നെന്താ അത്? അല്ലേ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ്, അല്ലേ ശരിക്കും ഇത് കോസ്റ്റ് ആണോ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആർ നോട്ട് കോസ്റ്റ് ആസ് സച്ച്. പിന്നെന്താ? ഇറ്റ് ഈസ് ക്ലിയർ ദി benefit foregone, clear, from the next best alternative. ക്ലിയർ? ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ അല്ലേ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്യാതെ നെക്സ്റ്റ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ എന്ത് ബെനിഫിറ്റ് കിട്ടുമായിരുന്നു? അതിനെ നമ്മൾ ഫോർഗോ ചെയ്യുകയാണ്, വേണ്ടാന്ന് വെക്കുകയാണ്, നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്, ത്യാഗം ചെയ്യുകയാണ്, അല്ലേ? അങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള, ഫോർഗോ ചെയ്തിട്ടുള്ള, അല്ലേ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് നിന്നുള്ള ബെനിഫിറ്റിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ? സോ വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദി ക്ലിയർ ബെനിഫിറ്റ്സ് ദാറ്റ് ഈസ് ഫോർഗോൺ ഫ്രം ദി നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവിൽ നിന്ന് കിട്ടാവുന്ന ബെനിഫിറ്റ്സിനെ ഫോർഗോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ? അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇംപ്ലൈഡ് ആണ്. ക്ലിയർ? നമ്മൾ ഇവിടെ നിക്ഷേപിക്കുന്നു, ഇവിടെ നിക്ഷേപിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? അതാണ് എന്ത്? നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ? സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? It is nothing but the benefit foregone. It is nothing but the foregone benefit from the next best alternative. Clear? So opportunity cost is അല്ലേ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പർച്യൂണിറ്റി ഫോർഗോൺ in order to take up the particular project, and therefore the foregone opportunity, clear, the foregone alternative, clear, that is not taken up, clear,
might have earned some amount of return. So what might be the best return that can be or that may be available when we are not investing here, but instead we are going for investing in the best alternative, the alternative project. So that benefit that we are foregoing now is the opportunity cost. So for example, the implicit cost of retained earnings is the rate of return available to the shareholders by investing in the firm's funds elsewhere. Retained earnings implicit cost അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഒരു കമ്പനിയുടെ ഓണേഴ്സ് അവർക്ക് കിട്ടിയിരിക്കുന്ന ലാഭം, കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ലാഭത്തിൻ്റെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന പ്രോഫിറ്റ് മുഴുവൻ ആരുടെയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏണിംഗ് ആണ്. ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏണിംഗ് അവർക്ക് കിട്ടാൻ എലിജിബിൾ ആണ് അല്ലേ? അപ്പോൾ അവർക്ക് ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നില്ല, റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് എടുത്തു വെക്കുകയെന്ന് വിചാരിക്കുക. കമ്പനിയിൽ റിസർവ് ആയി റീറ്റെയിൻഡ് ഏണിംഗ് ആയിട്ട് എടുത്തു വെക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിവിഡൻ്റായിട്ട് കിട്ടേണ്ട പൈസ അവർക്ക് കിട്ടുന്നില്ല, പകരം കമ്പനി തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിവിഡൻ്റായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നോ അല്ലേ? എന്ത് നേട്ടം, ബെനിഫിറ്റ് ഉണ്ടാകുമായിരുന്നോ? ക്ലിയർ? അതിനെയാണ് റീറ്റേൺ ഏണിങ്സിൻ്റെ എന്താ പറയുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. ക്ലിയർ? അപ്പോൾ നമുക്ക് രണ്ട് പ്രപ്പോസൽ ഉണ്ടെന്ന് വിചാരിക്കുക, എ ഉണ്ട് ബി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എ സെലക്ട് ചെയ്തു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത്? ക്ലിയർ? നമ്മൾ ബിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് ബെനിഫിറ്റ് കിട്ടുമായിരുന്നോ അതാണ് ക്ലിയർ ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മനസ്സിലാവുണ്ടോ അല്ലേ? നമ്മളിപ്പം ബി കോം എടുക്കുന്നതിന് പകരം അല്ലേ ബി എ എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ, ബി എ എടുത്തിരുന്നെങ്കിൽ എന്ത് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകുമായിരുന്നു ഫ്യൂച്ചറിൽ? അതാണ് നമ്മുടെ ബി കോം സ്റ്റുഡൻസിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം അല്ലേ? ഇപ്പോൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞോടെ സി എക്ക് പോയി എന്ന് വിചാരിക്കുക. സി എ പ്രിലിമിനറി എഴുതി ക്ലിയർ, നമ്മൾ പോയി എന്ന് വിചാരിക്കുക ഇൻ്ററിന് വേണ്ടിയിട്ട്. അത് ക്വാളിഫൈ ചെയ്തു, അത് പിന്നെ ഇൻ്റർ എഴുതി. അപ്പോൾ ബി കോം കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഇൻ്റർ ക്വാളിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? ഒരു ഹയർ സെക്കൻഡറി കഴിഞ്ഞ ഒരു കുട്ടിയുടെ സമയത്തോളം അല്ലേ അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഡൂയിങ് ബി കോം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ഇതിലേക്ക് വരാതെ, ബി കോം പ്രോഗ്രാമിന് വരാതെ സി എ പഠിക്കാൻ പോയിരുന്നെങ്കിൽ ക്ലിയർ കിട്ടുമായിരുന്ന ബെനിഫിറ്റ് എന്താണോ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് സ്റ്റഡിയിങ് ബി കോം അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓരോന്നിനെയും പറയാൻ പറ്റും. അപ്പോൾ അത് ഇവിടെ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ പറയുന്നു. ക്ലിയർ? സോ ഇവിടെ ഇതിനെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ക്ലിയർ? ഇപ്പോൾ കോസ്റ്റുകളെ പലപ്പോഴും എന്തായിട്ട് പറയാറുണ്ട്? ആവറേജ് കോസ്റ്റ് ആയിട്ട് എടുക്കാറുണ്ട്, മാർജിനൽ കോസ്റ്റ് ആയിട്ട് എടുക്കാറുണ്ട്. ആവറേജ് നമുക്കറിയാം അല്ലേ? എന്താണ് ആവറേജ് എന്ന് പറയുന്നത്? കുറേ കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അല്ലേ, എല്ലാ കോസ്റ്റുകളും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് വെയ്റ്റ്സ് ഒക്കെ അസൈൻ, അതിന് റെലവൻ്റ് ആയിട്ടുള്ള വെയ്റ്റുകൾ അസൈൻ ചെയ്തിട്ട് അതിനെ ആവറേജ് എടുക്കുന്നു. അതിനെ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയും. അപ്പം ഇങ്ങനെ വരുന്നതാണ് അതിന് വെയ്റ്റഡ് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ്. ഓക്കെ, സോ an average cost refers to the combined cost of various sources of capital. ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയതുകൊണ്ട് ക്ലിയർ, ഇക്വിറ്റി, പ്രിഫറൻസ്, അതുപോലെ തന്നെ ഡിബഞ്ചർ, ക്ലിയർ, അതിൻ്റെ എല്ലാം കൂടെ വെയ്റ്റഡ് ആവറേജ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിനെന്ത് പറയുന്നു? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, സോ ഇറ്റ് ഈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ദി സ്പെസിഫിക് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? സ്പെസിഫിക് സോഴ്സ് ഓഫ് ഫിനാൻസുകളുടെ എല്ലാം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് എന്ത് പറയുന്നത്? ആവറേജ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്ലിയർ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നു. ക്ലിയർ? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ? Marginal cost of capital refers to the average cost of capital which has to be incurred in order to obtain additional funds required by a firm. അല്ലേ, ഒരു ഫേമിന് നിലവിൽ ക്യാപിറ്റലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് പുറമേ ഒരു അഡീഷണൽ ഫണ്ട് കൂടെ അവർ എടുക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അഡീഷണൽ ഫണ്ടിന് എടുക്കുന്നതിന് വേണ്ടി വരുന്ന അല്ലേ ഫണ്ട് നമുക്ക് അവൈൽ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചിലവുകൾ എന്താണോ അല്ലേ, അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് എന്താണോ, അത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിക്കോട്ടെ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിക്കോട്ടെ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ആയിക്കോട്ടെ, ക്ലിയർ, ഇങ്ങനെ ഉള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു? മാർജിനൽ കോസ്റ്റ്, അഡീഷണൽ കോസ്റ്റ്. ക്ലിയർ? അപ്പോൾ മാർജിനൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അല്ലേ, കോസ്റ്റ് റിക്വയർഡ്. നമ്മൾ സാധാരണ എക്കണോമിക്സ് ടേംസിനൊക്കെ പറയുമ്പോൾ എന്താ പറയുക? ദ കോസ്റ്റ് റിക്വയർഡ് ഫോർ പ്രൊഡ്യൂസിങ് വൺ അഡീഷണൽ യൂണിറ്റ്. ദ അഡീഷണൽ കോസ്റ്റ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് വൺ അഡീഷണൽ യൂണിറ്റ്. സോ ദാറ്റ് ഈസ് കോൾഡ് മാർജിനൽ കോസ്റ്റ്. ഇപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ എന്താ പറയാം? ദി അഡീഷണൽ കോസ്റ്റ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു ഇൻകർ ഫോർ ഗെറ്റിംഗ് അഡീഷണൽ ഫണ്ട്.
ക്ലിയർ? അഡീഷണൽ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇൻകർ ചെയ്യേണ്ട അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അതിൽ ഒന്നുകിൽ ചിലപ്പോൾ ഇക്വിറ്റി മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇക്വിറ്റിയും പ്രിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇക്വിറ്റിയും ഡെപ്റ്റും ആയിരിക്കാം. ക്ലിയർ? അപ്പോൾ എക്സ്ട്രാ ഫണ്ടിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണോ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതൊക്കെയാണ് അതിൻ്റെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് വരിക. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? എന്തൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫ്യൂച്ചർ നമ്മൾ നോക്കി, സ്പെസിഫിക് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കി, അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് നോക്കി, ദെൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് നോക്കി. ക്ലിയർ? റൈറ്റ്.